ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്തോ തായ്ലാന്റ് ബന്ധം തന്ത്രപ്രധാന സഹകരണത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നടത്തിയ മൂന്നാംവട്ട ചർച്ചയും പരാജയം. ചർച്ച നാളെയും തുടർന്നേക്കും. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ അർജന്റീന ISL രണ്ടാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്തോ തായ്ലാന്റ് ബന്ധം തന്ത്രപ്രധാന സഹകരണത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തായ് പ്രധാനമന്ത്രിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിലും ഇന്തോ പസഫിക് കാഴ്ചപ്പാടിലും തായ്ലൻഡിന് പ്രത്യേക സ്ഥാനമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. भारत की एक्ट ईस्ट पॉलिसी और हमारे इंडो पैसिफिक विजन में थाईलैंड का विशेष स्थान है. आज हमने अपने संबंधों को स्ट्रेटेजिक पार्टनरशिप का रूप देने का निर्णय लिया है. सुरक्षा एजेंसियों के बीच स्ट्रेटेजिक डायलॉग स्थापित करने पर भी चर्चा की. IT, MSME, കൈത്തറി ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള 6 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നാളെ ആരംഭിക്കുന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി തായ്ലാന്റിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. തായ്ലാന്റ് സന്ദർശനം പൂർത്തിയാക്കി നാളെ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് തിരിക്കും. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. വഖഫ് സ്വത്തുവകകളുടെ കാര്യക്ഷമമായ നടത്തിപ്പ് ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവാണ് സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിൽ ഇന്നലെ അവതരിപ്പിച്ച ബിൽ 12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് സഭ പാസാക്കിയത്. വഖഫ് പ്രവർത്തനങ്ങളിൽ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് ഇടപെടാൻ ബിൽ അവസരമൊരുക്കുമെന്ന പ്രചാരണം തെറ്റാണെന്ന് ശ്രീ കിരൺ റിജിജു വ്യക്തമാക്കി. മുസ്ലിം മതത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വനിതകളുടെയും പ്രാതിനിധ്യം വഖഫ് ബോർഡിൽ ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. JPC ने जो काम किया है, इससे ज्यादा पूर्व में जितने भी JPC बने हैं इतना व्यापक काम आज तक नहीं हुआ है. हम सिर्फ ये कह रहे हैं कि हमने जो नया प्रावधान लेके आए उसमें हर वक्फ बोर्ड में मुसलमानों में जो रिकॉग्नाइज्ड सेक्ट है सब मिल करके वक्फ बनेगा. उसमें सुन्नी भी होगा, शिया भी होगा और जितने बाकी जो पिछड़े वर्ग है वो भी वक्फ बोर्ड में मेंबर होगा ताकि सबका इंटरेस्ट का ख्याल रखा जा सकता है. കോൺഗ്രസ്, CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങൾ ബില്ലിനെ രൂക്ഷമായി എതിർത്തുകൊണ്ട് രംഗത്തുവന്നു. ഭരണഘടനയിലും മതസൌഹാർദ്ദത്തിലും തുല്യതയിലും സർക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബിൽ പിൻവലിക്കണമെന്ന് CPIM അംഗം ജോൺ ബ്രിട്ടാസ് സഭയിൽ ആവശ്യപ്പെട്ടു. മതപരമായ ധ്രുവീകരണത്തിന് ബിൽ വഴിവെക്കുമെന്ന് കോൺഗ്രസ് MP സയ്യിദ് നാസർ ഹുസൈൻ പറഞ്ഞു. മതേതര മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമായ ബില്ലാണിതെന്ന് DMK അംഗം തിരുച്ചി ശിവ വിമർശിച്ചു. ബിൽ പിൻവലിക്കണമെന്ന് ആം ആദ്മി MP സഞ്ജയ് സിംഗും സഭയിൽ ആവശ്യപ്പെട്ടു. മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവരുടെ ഉന്നമനമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് BJP MP രാധാ മോഹൻദാസ് പറഞ്ഞു. രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ വഖഫ് ഭേദഗതി ബില്ലിലൂടെ സാധിക്കുമെന്ന വാദം ശരിയല്ലെന്ന് നിയമമന്ത്രി P. രാജീവ്. ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം മധുരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ പാസായാൽ മുനമ്പം ഭൂമി വിഷയം പരിഹരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. വഖഫ് ബില്ലിനെ മുനമ്പവുമായി കൂട്ടിയിണക്കി 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടത് വലത് മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയമാണ് പാർലമെന്റിൽ വഖഫ് ചർച്ചയിൽ കണ്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇവർ ചെയ്യുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. വഖഫ് ഭേദഗതി ബിൽ മുനമ്പത്തെ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്നതായി കാത്തോലിക്ക കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് നടത്തിയ മൂന്നാംവട്ട ചർച്ചയും പരാജയം. സമരം തുടരുമെന്ന് ആശമാർ അറിയിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ചേംബറിലായിരുന്നു ചർച്ച. പ്രശ്നം പഠിക്കാൻ കമ്മിറ്റിയെ നിയമിക്കാമെന്ന സർക്കാരിന്റെ നിർദ്ദേശം ആശാ അസോസിയേഷൻ അംഗീകരിച്ചില്ല. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത CITU, INTUC തുടങ്ങിയ ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികൾ സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം വേതന പരിഷ്കരണത്തിൽ തീരുമാനമെടുക്കാം എന്ന നിലപാടാണ് സർക്കാർ മുന്നോട്ട് വച്ചത്.
അന്തിമ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ചർച്ച നാളെയും തുടരുമെന്നാണ് സൂചന. ഒരു വിഭാഗം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന സമരം 53-ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സർക്കാർ 3ാം ഘട്ട ചർച്ച നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം സംസ്ഥാനത്ത് ആരംഭിച്ചു. SSLC മൂല്യനിർണ്ണയം ഈ മാസം 26 വരെ 2 ഘട്ടമായാണ് നടക്കുന്നത്. മെയ് 3-ാം വാരം SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കും. 8ാം ക്ലാസ് പരീക്ഷാഫലം നാളെയാണ് പ്രഖ്യാപിക്കുന്നത്. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കിയ ശേഷമുള്ള ആദ്യ ഫലമാണിത്. 2027ഓടെ സംസ്ഥാനത്ത് പീക്ക് വൈദ്യുത ഡിമാൻഡ് 7000 മെഗാവാട്ട് കവിയുമെന്ന് EMC പഠന റിപ്പോർട്ട്. ഊർജ്ജ സംഭരണത്തിന്റെ പ്രായോഗികതയെക്കുറിച്ച് സർക്കാരിന് സമർപ്പിച്ച പഠന റിപ്പോർട്ടിലാണ് വിലയിരുത്തൽ. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് ഏകദേശം 5300 മെഗാവാട്ട് ആയിരുന്നു. വൈദ്യുത വാഹന ചാർജിംഗും ACയുടെ ഉപഭോഗവും വർധനവിന്റെ പ്രധാന കാരണങ്ങളാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കരമന ശാസ്ത്രിനഗർ അണ്ടർപാസിനടുത്തുള്ള ട്രാൻസ്മിഷൻ മെയിനിന്റെ അലൈൻമെന്റ് മാറ്റിയിടുന്ന പ്രവൃത്തി പൂർത്തിയായി. പ്രവൃത്തികളെ തുടർന്ന് ജലവിതരണം മുടങ്ങിയത് തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ ജലക്ഷാമത്തിന് ഇടയാക്കിയിരുന്നു. അരുവിക്കരയിൽ നിന്ന് ശുദ്ധജല പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. PTP നഗറിൽ നിന്നും നേമം വട്ടിയൂർക്കാവ് സോണിലേക്കുള്ള ജലലഭ്യത സുഗമമാക്കുന്നതിന്റെ ഭാഗമായുള്ള വെൽഡിംഗ് ജോലികളുടെ അവസാന ഘട്ടം ഉടൻ പൂർത്തിയാകുമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചു. ചലച്ചിത്ര മേഖല സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌഹൃദപരവുമാകണമെന്ന് മന്ത്രി വീണ ജോർജ്. പോഷ് ആക്ടിനെക്കുറിച്ച് സിനിമാ പ്രവർത്തകരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചലച്ചിത്ര മേഖലയിൽ സുപ്രധാന ഇടപെടലിനാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി അർജന്റീന. ഫ്രാൻസിനെ മറികടന്ന് സ്പെയിൻ 2-ാം സ്ഥാനത്തെത്തി. ഫ്രാൻസ് 3-ാം സ്ഥാനത്തും ബ്രസീൽ 5-ാമതുമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2-ാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 322 പോയിന്റ് നഷ്ടത്തിൽ 76,295-ലും നിഫ്റ്റി 82 പോയിന്റ് നഷ്ടത്തിൽ 23,250-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾക്ക് അമേരിക്ക പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിന്റെ പ്രതിഫലനം വിപണികളിൽ ദൃശ്യമാകുന്നതായാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 8,560 രൂപയും പവന് 400 രൂപ വർദ്ധിച്ച് 68,480 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ സ്ഥലപരിമിതിയും അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയും അടിയന്തരമായി പരിശോധിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഫോർട്ട് ആശുപത്രിയിൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 66 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 77 പേരാണ് അറസ്റ്റിലായത്. ആർമി മെഡിക്കൽ കോർപ്സിന്റെ സ്ഥാപക ദിനം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഇന്ന് ആഘോഷിച്ചു. സൈനിക കേന്ദ്രം മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ആർമി മെഡിക്കൽ കോർപ്സിലെ എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. സംസ്ഥാന ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ 50-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി P. രാജീവ് ചൊവ്വാഴ്ച ആലപ്പുഴയിൽ നിർവഹിക്കും. KSDP മെഡി മാർട്ടിനും അദ്ദേഹം തുടക്കം കുറിക്കും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനായാണ് മെഡി മാർട്ട് ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇൻഡോ തായ്ലാന്റ് ബന്ധം തന്ത്രപ്രധാന സഹകരണത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് നടത്തിയ 3-ാം വട്ട ചർച്ചയും പരാജയം. ചർച്ച നാളെയും തുടർന്നേക്കും. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി അർജന്റീന. ISL 2-ാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.